10 വർഷങ്ങൾക്ക് മുമ്പുള്ള UDF ഭരണത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വ്യാപകമായ പരാതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. PRDയുടെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അന്നത്തെ വാല്യൂ 10 വർഷം മുമ്പുള്ള 138 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 1000 കോടി രൂപയുടെ വാല്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാല് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരൊരു ചെന്ന് വെട്ടില് വീഴണേ. വികസനത്തിന് എന്തിനാണെന്ന് രാഷ്ട്രീയം അതാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പല വിഷയങ്ങളും ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. അതെ, ഇവിടെ സംസ്ഥാനത്തിന്റെ വികസനം തെറ്റായ രീതിയിലാണ് പോകുന്നതെങ്കിൽ ശരിയായ വികസനം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ. ഞങ്ങൾ വിജയിച്ച് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിറച്ചു പണം നിറക്കി ഞങ്ങൾ. പക്ഷെ ഇത് എങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. ജോലി നമസ്കാരം. നമസ്കാരം. ജോലി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം PRDയുടെ ഒരു പരസ്യം വളരെ വിവാദമായി. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള UDF ഭരണത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വ്യാപകമായ പരാതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് PRD ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വലിയ വെല്ലുവിളികളൊക്കെയാണ്. ഞങ്ങളുടെ വലിയ വലിയ വെല്ലുവിളികളൊക്കെ. അപ്പൊ ഈ PRDയുടെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അന്നത്തെ വാല്യൂ 10 വർഷം മുമ്പുള്ള 138 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 1000 കോടി രൂപയുടെ വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം അന്ന് സ്വർണ്ണത്തിനുണ്ടായിരുന്ന വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 15,000 രൂപ ഉണ്ടായിരുന്നു 10 വർഷം. പക്ഷെ ഇന്ന് ഇപ്പൊ സ്വർണത്തിന്റെ വില 1.5 ലക്ഷം അടുത്ത് വില എത്തി. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ തന്നെ 138 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 1000 കോടി രൂപയോളം അടുത്തെങ്കിലും വാല്യൂ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ നോക്കിക്കാണാം? അതെ, അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ സാധാരണ നമ്മള് സിബി ആലോചിച്ച് നോക്കി ഒരു ഗവൺമെന്റ് പരസ്യം ആരെങ്കിലും നോക്കൂ ഇല്ലേ, ഇങ്ങനെയാണ് പോകും. അപ്പൊ ആ രീതി പോകേണ്ട ഒരു സാധനം ശരിക്കും പറഞ്ഞാല് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരൊരു ചെന്ന് വെട്ടില് വീഴണേ. അല്ല, ഇത് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തിരിക്കുന്നത് അതാണ്. കാരണം പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിന്റെ സ്പേസ് അത് എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PRD. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. TV-യിൽ ഇത് വന്ന് മറ്റേ VD സതീശൻ വന്നിട്ട് ഇതൊരു ഭയങ്കര ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്ന സമയത്താണ് ഞാൻ ഈ പത്രം എടുത്ത് നോക്കുന്നത്. ഇത് ഇങ്ങനത്തെ വീട്ടിൽ വരുന്ന പത്രത്തിൽ ഇതുണ്ട്, പക്ഷെ ഞാനിത് കണ്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്നെ ചില ചാനലുകളിൽ നിന്ന് വിളിക്കണം, സാറേ ഈ വിഷയത്തിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പത്രപരസ്യം ഗവൺമെന്റ് പരസ്യം ഒട്ടും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മാധ്യമങ്ങൾ ഗവൺമെന്റിനോട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് നീതികേടാണ്. ആ നീതികേടിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യം വരുന്നത്. കാരണം മാധ്യമങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും എന്തെങ്കിലും ഉള്ളതും ഇല്ലാത്തതും എല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒരു വളരെ വൈരം നിരാധന ബുദ്ധിയോടുകൂടി അങ്ങോട്ട് പെരുമാറുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സാധാരണ ഒരു പത്രപരസ്യം കൊടുത്തിട്ട് കാര്യമില്ല, നേട്ടങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവരൊരു ക്രിയേറ്റീവായിട്ട് ആലോചിച്ചു, സർഗാത്മകമായിട്ട് ഇതെങ്ങനെ ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാലോചിച്ചു. അപ്പൊ ഒരു 10 വർഷത്തിന് മുമ്പുള്ളൊരു ഗവൺമെന്റിന്റെ കാലത്ത് നമ്മള് പവർ കട്ടിലേക്ക് പോയതും KSRTC നഷ്ടത്തിൽ തകർന്നു പോകുന്നതും പാഠപുസ്തകങ്ങൾ കിട്ടാതിരിക്കുന്നതും വികസന പ്രവർത്തനം താളം തെറ്റിയതും പെൻഷൻ ഇല്ലാതെ കുടിശ്ശികയായിട്ട് 18 ദിവസം കിടന്നൊക്കെ. അല്ല, ഇന്നലത്തെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഹൈബിയുടെ MP തന്നെ KB ഗണേഷ് കുമാർ MLA അങ്ങോട്ട് നിങ്ങൾ ഈ KSRTയുടെ ഐശ്വര്യമാണ് എന്നൊക്കെ എന്തെല്ലാം പറഞ്ഞാണ് പോയിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ വികസനത്തിന് എന്തിനാണെന്ന് രാഷ്ട്രീയം. അതാണ് ഒരു പ്രദേശത്തൊരു വികസനം വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത്ര അസംശയം കാണിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യാം. ഇപ്പൊ ശബരിമല സ്വർണ്ണ കൊള്ളയുടെ കേസൊക്കെ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു, അത് ആര് കുറ്റം ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് ചർച്ചയാവണ്ടേ. തീർച്ചയായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു പെരുമ്പളത്തെ പാലം ഒന്ന് ആലോചിച്ചു. കേവലം 10,000-ഓളം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു പ്രശ്നമാണ് ഇത്രയും കായലിന് കുറുകെ 130-130 കോടി രൂപ മുടക്കി കിഫ്ബി ഫണ്ടിൽ നിന്ന് ഫണ്ട് പോയി. അത് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങളായി. ഇന്നൊരാളുടെ ഇത് ഞാൻ കണ്ടു, ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നത്. അയാൾ 30 വർഷം മുമ്പ് അയാളെ പ്രസവിക്കാൻ വേണ്ടി അമ്മയെ ഹോസ്പിറ്റലിൽ കെട്ടിച്ചവന്ന് വണ്ടി കയറ്റി വെള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അതും കൂടെ വരണ്ടേ. അതിന് വേണമെങ്കിൽ പ്രപ്പോർഷനേറ്റായിട്ട് കുറച്ച് സ്പേസ് കൊടുത്താൽ മതി. ഈ സെൻസേഷണലായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ വായിക്കുകയുള്ളൂ, കേൾക്കുകയുള്ളൂ, കാണുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിനധികം സ്പേസ് കൊടുക്കണ്ട. പക്ഷേ ഇതിനൊരു സ്പേസ് കൊടുക്കണ്ടേ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമാണ് ഇതിനകത്ത് സിബിനകത്ത് ഇപ്പോൾ നമ്മൾ ഓരോ വിമർശനങ്ങൾ പ്രതിപക്ഷം അനാവശ്യമായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു സർവേക്ക് പോയി. ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമുകൾ, പെൻഷൻ സ്കീമുകൾ, ക്ഷേമ പദ്ധതികൾ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ
എന്തെങ്കിലും കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ഡയറക്റ്റായിട്ടൊരു സംവിധാനം ജനങ്ങളോട്, അതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ജനങ്ങളോട് നേരിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനെതിരെ കോടതി പോകണം. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഇപ്പോൾ ഗവൺമെൻറ് വേണമെങ്കിൽ വേറെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാം, പക്ഷെ അതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ്, സെക്കൻഡറി ഡേറ്റയാണ്. ഇത് കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പല വിഷയങ്ങളും ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. അതെ, കാരണം ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡാറ്റ ചോർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ശബരിമല ഉന്നയിച്ചുകൊണ്ട് വന്നു, ഇപ്പൊ ശബരിമലയെ കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പൊ ഇപ്പൊ PR-യുടെ പരസ്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തേക്ക് ചാനലുകൾക്ക് എന്തെങ്കിലും കിട്ടും, ഒരു ഹംഗാമയാണത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിപ്പോ ഒന്ന് ആലോചിക്കേണ്ട എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നഴ്സിംഗ് സമരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ആ നഴ്സിംഗ് സമരത്തിന് സർക്കാർ ഉത്തരവിറക്കി ഇന്നലെ രാത്രി ഉത്തരവിറക്കിയതോടെ ആ സമരത്തിന്റെ അവസ്ഥ ഏകദേശം മാറി. ഇനിയിപ്പോ UNA സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇന്നലെ ഉന്നയിച്ച 2 കാര്യങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിനെതിരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, മാനേജ്മെന്റിനെതിരെ ഇനി UNAക്ക് സമരം ചെയ്തേ പറ്റൂ, ചെയ്യാൻ പോകുന്നു പറയുന്നത്, ചെയ്തേ പറ്റൂ. കാരണം പല മാനേജ്മെന്റുകളും ആയിട്ട് ചില ധാരണകളൊക്കെ ഉണ്ടല്ലോ ഇവരിൽ പല ആളുകൾക്ക്. അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ള കാര്യം വരും ദിവസങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ സർവേ നടത്തുന്നു, അതുപോലെ തന്നെ ഈ മെസ്സേജ് അയക്കുന്നു. സിബി, ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തുരിതുരാ നോട്ടിഫിക്കേഷൻ വരെയല്ലേ, പിന്നീട് ആ പ്രോഡക്റ്റിനെ കുറിച്ചും വേറെ കാര്യങ്ങളെ കുറിച്ച് നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നു? അപ്പോൾ ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ആ കമ്പനികളുടെ കയ്യിലില്ലേ? ഡേറ്റ എന്ന് പറയുന്നതിനകത്ത് ഇന്ന് പ്രൈവസിയോ കാര്യങ്ങളോ ഒന്നും ലോകത്തില്ല. ഒരു കാര്യം നമ്മൾ 2 കൊല്ലം മുമ്പ് ഞാനൊരു വാർത്ത വായിച്ചത്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ ചെയ്തിരിക്കുന്ന അന്ന് 37,800 ചില്ലാനും കോടി ഡോളറാണ് ഡേറ്റ വിൽപ്പനയിലൂടെ സമ്പാദിച്ചതെന്നാണ് 2-3 വർഷം മുമ്പുള്ള കണക്ക്. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന രീതിയിലല്ല. കാരണം ഡാറ്റ ഒക്കെ പ്രാദേശികമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആണ്. നമ്മൾ പോലും കിടക്കി പോകുന്ന രീതിയിലുള്ള ഡാറ്റകൾ കിട്ടും. നമ്മുടെ ഇപ്പൊ ഓരോ ദിവസം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലുകളിലേക്ക് എത്ര മെസ്സേജ് വരുന്നത്? അതൊന്ന് ഇപ്പൊ എനിക്കും സിബിക്കും എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാ റിപ്പോർട്ട് ഈ ഹോസ്പിറ്റലുകാർ മറ്റേ പോകുന്നുണ്ട്. അതിനനുസരിച്ചാണ് മരുന്ന് മാനുഫാക്ചറിംഗ് എന്ത് പ്രോഡക്റ്റ് ഇറക്കണം, ഏത് അളവിൽ ഇറക്കണം, ഏത് റേഞ്ചിൽ ഇറക്കണം. ഇപ്പൊ പല റേഞ്ചിലും മരുന്നുകളുണ്ടല്ലോ, അതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഡേറ്റ ചോർച്ച എന്നൊക്കെ പറയണം ബാലിശമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉന്നയിക്കാൻ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആകെപ്പാടെ ഇവർക്ക് പ്രകടന പത്രികയിൽ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ന്യായ് പദ്ധതിയെ കുറിച്ച് ഒരു പക്ഷെ പറഞ്ഞേക്കാം, പിന്നെ വേറെന്തെങ്കിലും ഒക്കെ ഇപ്പോ സൗജന്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞേക്കാം. അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കർണാടകയിലും തെലങ്കാനയിലും ഒന്നും ഈ രാഹുൽ ഗാന്ധിയുടെ ന്യായ പദ്ധതി എന്താ നടപ്പിലാക്കാത്തത്? അതാണ് അതിനകത്ത് പ്രശ്നം. അപ്പൊ ഇപ്പൊ വരുമ്പോ ഇപ്പൊ എന്താ വെച്ചാൽ ഇതിനെ കവച്ചു വെക്കുന്ന ചില കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇതേ കാര്യങ്ങൾ പ്രതിപക്ഷവും ചെയ്യണം. ജനങ്ങളിൽ നിന്നും ഇതേ ഒരു സർവേ അവർ നടത്തട്ടെ, അവർ നടത്തി കാര്യങ്ങൾ സ്വീകരിക്കട്ടെ, അഭിപ്രായങ്ങൾ. അതിനുള്ള പൈസ ഗവൺമെന്റ് അല്ല അവർ തന്നെ കൊടുക്കുമ്പോൾ കളക്ട് ചെയ്യേണ്ടി വരില്ല. കാരണം ഇപ്പൊ വയനാട് വീട് വെക്കാൻ വേണ്ടിയുള്ള പൈസ കളക്ട് ചെയ്തിട്ട് അത് ഇപ്പൊ ആരണ്ട് അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ ഇപ്പൊ തറക്കല് മാത്രം ഇട്ട് ജനങ്ങളെ പറ്റിക്കാതെ തിരിച്ചാണ് ഇരുന്നത്. ഇവർ പൈസ മുടക്കി ഭയങ്കര കോടികൾ ചെലവഴിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിട്ടുള്ള കുറച്ച് ആളുകളെ ഇത് കൊടുത്തിട്ട് വിടുന്നുണ്ട്. അവർക്ക് ഒരു വഴിച്ചെലവിന് ആ പോയി നടക്കണതിൻ്റെ ഒരു ചെലവിൻ്റെ കാശാണ് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10,000 കോടി രൂപ ചെലവഴിക്കുന്ന പോലെയാണ് സംഭവങ്ങൾ പറയുന്നത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണമില്ലാതിരുന്നൊരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് എങ്ങനെയും ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും. കാരണം ചിരിക്കാത്ത പിണറായി വിജയൻ ഇത് ഇവരുടെ പ്രചരണ ആയുധങ്ങളാണ്. അതേസമയം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. ഈ പ്രശ്നങ്ങളെ എന്തിനെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഈ നഴ്സുമാരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ UDF എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടുണ്ട്? ഒരക്ഷരം കമാന്നും വേണ്ടിയിട്ടില്ല. അതിൽ ഏറ്റവും വലിയ തമാശ എന്താണ്, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മുടെ തുരങ്കപ്പാത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റിംഗ് എതിർത്തു. അപ്പൊ ബ്ലാസ്റ്റിങ്ങിന് എന്തിന് പിണറായി പോയി എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയണത് നമ്മുടെ സംസ്ഥാനത്തിന്റെ രമേശനത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടിഞ്ഞാൽ ഇത് മൊത്തം PR എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ PR ചെയ്യുന്നത് അവരൊക്കെ തന്നെയാണ്. അത് PR
എന്ന് പറഞ്ഞാൽ രസകരമായ PR ഒക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ചിരി വരും. ഇവരാലോചിക്കേണ്ട എന്താ വെച്ചാൽ ഇവരൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ ചിരിക്കാത്ത പിണറായി വിജയനെ ഇവരിങ്ങനെ പ്രൊജക്ട് ചെയ്ത് വല്ലാതെ ഫ്രെയിം ചെയ്ത് കാണിക്കുമ്പോൾ ഇവരാലോചിക്കേണ്ട കാര്യം BJP ഇവരുടെ നേതാവിനെ പപ്പുമോൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണെന്നും ഒരു തിരുവണ്ടനാണെന്നും ഒരു ഇന്നലെ പൂർത്തിയായല്ലോ. അല്ല, ഇന്നലെ പീരിമേട്ടിലെത്തിയ പൂർത്തിയായല്ലോ. കാരണം ഇന്നലെ അവിടെ കിടന്ന് കാണിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിന്റെ പുറകിലിരിക്കുന്ന CP മാറ്റിയൊക്കെ ഇരുന്ന് ചിരിക്കുവാണ്. ഇതെന്താണ് ഇവർ കിടന്ന് കാണിക്കുന്നത്? കാരണം രാഹുൽ ഗാന്ധി ഒരു ഇത് കാണിക്കുന്നു, അതിന് തൊട്ടിപ്പുറത്ത് നിന്ന് KC വേണുഗോപാലൊക്കെ, ഇതേ ഡീൻ കുര്യാക്കോസ് ഒരു മൊത്തം കോമഡിയാണ്. ഒരു കോമഡി പീസിലേക്ക് ഇവർ മാറുകയാണ്. അതായത് ഞാൻ പറഞ്ഞ ഇവർ ക്രിയാത്മകമായിട്ടുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യങ്ങളിൽ നിനക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസ്ഥാനത്തിൻ്റെ പണം സമാഹരിച്ചതിലും ഇതുവഴി പോകുന്നതിലും നമുക്ക് തെറ്റായൊരു പാതയുണ്ട്, അതൊരു ശരിയായ ദിശയല്ല. മാത്രമല്ല ഇവരോട് പല ചർച്ചകളിലും നമ്മൾ ഉന്നയിച്ചിട്ടൊരു കാര്യമാണ്, നിങ്ങൾ കിഫ്ബി പോലുള്ളൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ വികസന അജണ്ടയ്ക്ക് ഇതിന് ബദലായിട്ട് ഇങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു. നിങ്ങൾ ഓക്കെ ഇത് തെറ്റാണെങ്കിൽ, പക്ഷെ വേറൊരു കാര്യം സിബി വെക്കണ്ടേ. സിബി പറയുന്നത് ജോർജ് ചേട്ടൻ്റെ അടുത്ത് തെറ്റാണെങ്കിൽ ശരിയാണെന്നോട് പറയണം, ശരിയായ കാര്യം പറയണം. അതല്ല, അത് ഞങ്ങൾ കോൺക്ലേവ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോൺക്ലേവ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾ വിജയിച്ച് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിറച്ചു പണം നിറക്കി ഞങ്ങൾ. പക്ഷെ ഇത് എങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. അത് ഞങ്ങൾ അധികാരത്തിൽ അവിടെയാണ് പ്രശ്നം. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന കാര്യം ജനാധിപത്യത്തിന്റെ ഒരു വളരെ കാതലായ ഒരു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ പൊളിറ്റിക്കൽ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഏതൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടും അവൻ ഡിഗ്രി സമയങ്ങളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ജനാധിപത്യത്തിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ കടമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിനോട് ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ നൽകുക എന്നൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോ ഇവിടെ സംസ്ഥാനത്തിന്റെ വികസനം തെറ്റായ രീതിയിലാണ് പോകുന്നതെങ്കിൽ ശരിയായ വികസനം എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ നാളെ നമുക്ക് UDF-നോ LDF-നോ വോട്ട് ചെയ്യണോ എന്നുള്ളതിൽ സെബി ഞാൻ തീരുമാനം എടുക്കുമ്പോൾ കൊള്ളാം, UDF മുന്നോട്ട് വെച്ച പദ്ധതികൾ ഗംഭീരമാണ്, ഇത് മറ്റവരെക്കാളും ഭേദം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യണം, നമ്മളെ വിശകലനം നടത്തിയ ഒരു അനുമാനത്തിൽ എത്തണമെന്നുണ്ട് ഈ സാധനം പറയുന്നത്. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ UDF എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൗണ്ടർ പദ്ധതികൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ഇപ്പൊ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഒഴിക്കുക എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതായത് ഇത് പഴയ വീഞ്ഞ് തന്നെയാണ്, അത് പുതിയ കുപ്പിയിൽ ഒഴിക്കാൻ വേണ്ടിയാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഒരുപാട് കോൺക്ലേവ് നടത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് യാത്രയോട് അനുബന്ധിച്ച് തന്നെ കുറെ സംഭവങ്ങളൊക്കെ അത് വെറുതെ കുറെ ആളുകളെ വിളിച്ചിട്ട് പൗരപ്രമുഖരുമായിട്ടുള്ള മീറ്റിംഗ് മുഖ്യമന്ത്രി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് പരിഹസിച്ച ആളുകളാണ്. പക്ഷേ ഈ UDF-ന്റെ ഈ ഒരു പുതുയുഗ സംവാദം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അവിടെ പങ്കെടുത്തിരുന്ന ആരൊക്കെയാണ്? പ്രമുഖർ തന്നെയാണ്. അതെ, അപ്പൊ അവരെ പ്രമുഖർ അല്ല അതെന്തോട്ടെ. പക്ഷെ അന്ന് തെറ്റാണെന്നുള്ള ഇത് ചെയ്തെങ്കിൽ ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ ആശയം എന്താണ്? എങ്ങനെയാണ് നമ്മൾ അതിന്ന് വൈകിട്ട് 5 മണിക്ക് VD സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവ് മറ്റേ പുത്തിരിക്കണ്ട മൈതാനത്ത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പുതിയ സമാപന സമ്മേളനത്തിൽ വെച്ചിട്ട് പുതിയ കേരളം എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയും. പക്ഷെ ഒന്നും പറയത്തില്ല, പറയാൻ പോകുന്ന ഇത്രേ ഉള്ളൂ, പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ ഞങ്ങൾ കോടികൾ കൊണ്ട് നിറയ്ക്കും. പക്ഷെ എങ്ങനെ നിറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ആ പ്രഖ്യാപനം വന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഓക്കെ.